ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ആദര ഇൻ USA. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഒന്ന് പോണ സ്ഥലം വേറെ എവിടെയല്ല, നമ്മുടെ ഒർലാൻഡോയിലുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സസിൽ നിന്നുള്ള കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ പോകുന്നത്. അപ്പോൾ അത് ആദ്യം നമ്മൾ അവിടെ നിന്ന് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കാണാം. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ന്യൂക്കൂട്ടനെ സ്ട്രോളറിൽ ഇരുത്തിയിട്ട് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. ജാനുക്കുട്ടി അവരുടെ ഒപ്പമാണ് വരണേ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഒന്നും അറിയാലോ, നമുക്ക് ഇത്രയധികം വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എലിവേറ്ററും കാര്യങ്ങളുണ്ട് കേട്ടോ താഴത്തേക്ക് പോകാൻ. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഞങ്ങൾ യൂണിവേഴ്സൽ അഡ്വഞ്ചേഴ്സിൻ്റെ ചെറിയൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്തിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അപ്പോൾ അതേ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഉള്ളിൽ പോയിട്ട് കാണാം കേട്ടോ. നീക്കുട്ടൻ അങ്ങനെ അതിസാഹസമായി എൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ, സ്ട്രോളറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട്. അപ്പം ഈ സ്ട്രോളർ തള്ളാൻ ഒരാളും നീക്കുട്ടൻ എടുക്കാൻ ഒരാളും വേണമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മളവിടെ എൻട്രൻസിൽ റീച്ചായി. അപ്പോൾ വേണ്ട കുറച്ച് ഏരിയയിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിലും കുറച്ച് ആൾക്കാർക്ക് അവിടെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൻ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ $164 ആണ് കേട്ടോ പെർ അഡൾട്ടിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ ഫ്ലോറിഡ റെസിഡൻസിന് ഒരു 20% കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇനി ബാക്കി നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ള് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എക്സ്പ്ലോർ ചെയ്യലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ റീച്ച് ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അവിടുത്തെ ഒരു ഗ്ലോബ് മോഡൽ യൂണിവേഴ്സൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. പക്ഷേ നമുക്ക് മാക്സിമം എല്ലാ റൈഡ്സും പോകണം എന്നാണ് വിചാരിക്കണം. അപ്പോൾ എന്തായാലും നോക്കാം. നമുക്ക് കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ അതുപോലെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളും കുറച്ച് 2-3 ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കയറിപ്പോകുന്ന ഒരു ഹോളിവുഡ് ഫിലിം മേക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. പക്ഷേ അവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അവർ ഒരു ചെറിയൊരു ഹാളിൻ്റെ ഉള്ളിലാണ് അവർ ഫുള്ള് ക്രിയേറ്റ് ചെയ്യണത്. കാർ റേസിങ്ങും ഒക്കെ ശരിക്കുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്തത് കേട്ടോ. ആനിമേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ അത് അടിപൊളിയുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം കേട്ടോ. പിന്നെ നമ്മളൊരു ഹൊറർ മേക്കപ്പ് സലൂണിൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കിഡ്സിനൊക്കെ ഒരു ഫണ്ണായിരിക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറി കേട്ടോ. I know! It hurts so much! Can you hold me? I'm dying. Thank you. ആ ഷോ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വരണവരത് മിസ്സാക്കാണ്ട് കയറിക്കോളൂ. പിന്നെ ഹിഡ്സിനൊക്കെ നല്ല ഇൻട്രാക്ഷനൊക്കെ ആയിട്ട് ഇൻട്രാക്റ്റീവ് സെക്ഷനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് കാരണം അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് ട്രോൾസിൻ്റെ ഒരു റൈഡായിരുന്നു കേട്ടോ. ഇത് അടിപൊളി ഉണ്ടായിരുന്നു. ചെറിയൊരു റോളർ കോസ്റ്റർ പോലെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കയറിയിട്ടാണ് പിന്നെ പോകുന്നത് കേട്ടോ. Do it one more time. ഇത് വേറൊരു ഷോ കാണാൻ വേണ്ടി നമ്മൾ കയറിയതാണ്. പക്ഷേ എന്തോ ടെക്നിക്കൽ ഡിഫിക്കൽട്ടി കാരണം അവർക്കത് നടത്താൻ പറ്റില്ല. അപ്പോൾ അവർ നമ്മളൊരു 10 മിനിറ്റ്സോളം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്കൊരു സ്പീഡ് പാസ് തന്നു കേട്ടോ. അപ്പോൾ ആ പാസ് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും നല്ല തിരക്കുള്ള ഏതെങ്കിലും റൈഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റായി എന്തായാലും.
പിന്നെ ഇതാ ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ലണ്ടനിലെത്തിയൊരു ഫീലാണ് കേട്ടോ. ശരിക്കും അങ്ങനെ തന്നെയാണ് കാണാനായിട്ട്. ആ ബിൽഡിങ്സ് ആവട്ടെ, ഒരു വാട്ടർ ഫൗണ്ടെയിനും പിന്നെ നമ്മുടെ ഹാരി പോട്ടറിലെ ബസ്സും അതൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അതാ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഹാരി പോട്ടറിനായിട്ടുള്ളൊരു സ്പെഷ്യൽ ഏരിയ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ ഫിലിം കണ്ടിട്ടുള്ളവർക്ക് ശരിക്കും ഓരോ കാര്യങ്ങളും ബിൽഡിങ്സ് ആവട്ടെ അതിലോരോന്നും ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മളതൊക്കെ കണ്ട് പിന്നെ മെയിൻ അട്രാക്ഷൻ ഹാരി പോട്ടർ റൈഡ് കൂടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വീഡിയോ എനിക്ക് അലൗഡ് ആണോ എന്ന് അറിയില്ല. പിന്നെ മെയിൻ അട്രാക്ഷനായിട്ട് ഫയർ ഡ്രാഗണും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഈ 15 to 20 മിനിറ്റ്സിൽ ഫയർ വരണ പോലെ കാണിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഹാരി പോട്ടർ റൈഡിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. അപ്പോൾ അതിൽ ഫിലിമിൽ കാണിക്കണ പോലെ തന്നെ മണിയും അതുപോലെ ലോക്കേഴ്സൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെയായിട്ടാണ് ആ ഡ്രാഗണും ഉള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. The Weasley's wildfire whiz bangs. Fireworks from my brother's friend George. Listen carefully to the following safety information. Expectant. സോ ആ കാണുന്നതാണ് നമ്മുടെ പോകാൻ പോണ റൈഡ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ അവർ കൊടുത്തിട്ടുണ്ട് റൈഡിൻ്റെ. നമുക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ നേരത്തെ കണ്ട വീഡിയോയിൽ നമ്മൾ ജയിൽ പോലെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് പോവും. എന്നിട്ടാണ് കേട്ടോ റൈഡിൽ കയറണം. അവിടെ നിന്ന് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. ഓരോ ബിൽഡിങ്സ് ആയാലും അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും കണ്ടു, കൂടെ നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ നെക്സ്റ്റ് നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഈ റൈഡ് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മളൊരു ബസ്സിലിരിക്കും, പിന്നെ നമ്മളും ആ ഒരു വേറൊരു കാറ് നമ്മളെ ചേസ് ചെയ്ത് ശരിക്കും ആ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ തീം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റൈഡായിരുന്നു. അത് വളരെ രസമായിരുന്നു കേട്ടോ. ശരിക്കും ആ മൂവിയിൽ നമ്മളും ഇൻക്ലൂഡ് ആവണ പോലെ ഒരു ഫീലാണ്. അങ്ങനെ ആ റൈഡൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഒരു മിനിയൻസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്ക്രീനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ലാസ്റ്റ് റൈഡ് ET അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട്. അതും വളരെ രസമായിരുന്നു. കിഡ്സിനൊക്കെ വളരെ ഇഷ്ടമാവുന്ന രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഫുൾ ലൈറ്റ്സായി, ആകെ അങ്ങോട്ട് ചേഞ്ചായി കാണാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പരേഡ് സ്റ്റാർട്ടായിട്ടോ. യൂണിവേഴ്സിലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പരേഡും. ഡാൻസേഴ്സും കാർട്ടൂൺ ക്യാരക്ടേഴ്സും ടാബ്ലോസും ഒക്കെ കൂടി നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ടാബ്ലോ Olha aí, Matheus.
യൂണിവേഴ്സലിൻ്റെ പരേഡ് ഒരു 1 hour ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ. കുറേ കാണിക്കുമ്പോൾ ബോറാവുമല്ലോ. അപ്പോൾ മെയിൻ അട്രാക്ഷൻസ് വന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വാട്ടർ ഷോ കാണാനാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഇവൻറ്റ് കേട്ടോ. അപ്പോൾ അതും കണ്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ലാസ്റ്റ് ചെറിയൊരു ഫയർ വർക്ക്സോട് കൂടിയിട്ട് ഇന്നത്തെ ഫുൾ ഇവൻറ്റ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളും ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. അങ്ങനെ ഒരു അടിപൊളി ഡേ ആയിരുന്നു ഒന്ന് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ കാർ പാർക്കിങ്ങിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളും ഞങ്ങളെ പോലെ തന്നെ യൂണിവേഴ്സൽ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.